യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. എടാ മഞ്ജു, നീ എന്താ ഇവിടെ? എടാ, നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കുന്ന അപകട. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വരുവേ. ജയിലിൽ കിടക്കുന്നെങ്കിൽ ഞങ്ങളെക്കാൾ മുമ്പേ നീയാ കിടക്കുന്നത്. നിനക്ക് നിന്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയിട്ടും എന്താ സംഭവിച്ചെന്നൊരു വാക്കെന്നെ വിളിച്ച് ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. ഞാൻ വിളിച്ചപ്പോ എന്റെ നമ്പര് നീ ബ്ലോക്ക് ചെയ്തില്ലേ? എടാ, ഞാൻ എങ്ങനെ നിന്റെ കോൾ എടുക്കും? ഞാനും നീയും പോലീസ് നിരീക്ഷണത്തിലാണെങ്കിൽ നമ്മൾ രണ്ടാളും കുടുങ്ങില്ലേ? കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവന്നതില് പോലീസിന് ഒരു റോളും ഇല്ല, അത് നിനക്കറിയാലോ. നീ എന്റെ ഫോൺ എടുക്കാതിരുന്നത് ഞാൻ നിനക്ക് തന്ന 10 ലക്ഷം രൂപ തിരിച്ചു ചോദിക്കുമെന്ന് കരുതിയല്ലേ? എടാ, ആ പണം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. ആ റെപ്രസെന്റേറ്റീവ് എന്ന് പറയുന്നവൻ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു. ഡിസ്ട്രിബ്യൂഷന്റെ കാര്യം ഞാൻ കമ്പനിയിൽ നേരിട്ട് വിളിച്ച് ചോദിച്ചപ്പോഴാ ചതിക്കപ്പെട്ട വിവരം ഞാൻ അറിഞ്ഞത്. പിന്നെ ഞാൻ എങ്ങനെ നിന്റെ ഫോൺ എടുക്കും? നിന്റെ പണം ഞാൻ എങ്ങനെ തിരിച്ചു തരും? അല്ലെങ്കിലും ആ പണം ഞാൻ നിനക്ക് തിരിച്ചു തരേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞ് നിന്റെ കൈവിട്ട് പോയത് എന്റെ കുറ്റം കൊണ്ടൊന്നും അല്ലല്ലോ, നിങ്ങളുടെ പിടിപ്പീടം ഉണ്ടല്ലേ. മഞ്ജുള, നിങ്ങൾ ഇവിടെ വന്ന് പണം ചോദിച്ച് ബഹളം വെച്ചാ കുഞ്ഞിനെ കാണാതായതിന്റെ പിറകില് നമ്മളായിരുന്നു എല്ലാവരും അറിയും. എന്റെ ജീവിതം താരും നിന്റെ. ഞങ്ങള് പണം ചോദിച്ചു വന്ന അല്ല വിനയാ. പിന്നെ കുഞ്ഞിനെ തിരിച്ചു വയ്ക്കാനാണോ? അല്ല, കുഞ്ഞിനെ ഒന്ന് കാണാൻ. മഞ്ജുള, അതെങ്ങനെ നടക്കും? പേടിക്കണ്ട വിനയ. കുറച്ചു ദിവസം എന്റെ കുഞ്ഞായി ഞാൻ വളർത്തിയ ആർച്ചമോള് വിനയന്റെ ചീരന്റെ കുഞ്ഞാണെന്ന് തിരിച്ചറിയാനുള്ള മാനസികാവസ്ഥ ഇപ്പൊ എനിക്കുണ്ട്. മഞ്ജുള, ഇവള് അതേടാ, ദൈവം സഹായിച്ച് അങ്ങനെ ഒരു മാറ്റം സൗമ്യക്കുണ്ടായി. താമസിയാതെ ഞങ്ങൾ ദുബായിക്ക് തിരിച്ചു പോകും. അതുവരെ ആർച്ചമോളെ ഒന്ന് കാണാനും അവളെ താലോലിക്കാനുമുള്ള ഒരു അവസരം നീ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നാ മാത്രം മതി. അത് അച്ഛന് മനസ്സിലായില്ലേ? നമ്മുടെ മഞ്ജുള ഭാര്യ. അച്ഛാ, ചീരുനെയും കുട്ടിയും ഒന്ന് ഇങ്ങോട്ട് വരുമോ? നിങ്ങൾ വന്ന് ക്ഷണിക്കാത്തതുകൊണ്ട് മഞ്ജുളിനും ഭാര്യക്കും അകത്തേക്ക് വരാൻ ഒരു മടി. അതാ. ആരാച്ചത്? അന്ന് പ്രസവത്തിൽ ആ കുഞ്ഞു മരിച്ചു പോയില്ലേ, അവരത്. എടാ, വീട്ടുകാരുമായിട്ട് ഞാൻ ഉടക്കി ഇറക്കിയതാ. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഏതായാലും നിങ്ങൾ ഇവിടെ ഇന്ന് എന്റെ ഗസ്റ്റായിട്ട് ഇവിടെ നിൽക്ക്. ബാക്കി കാര്യം നമുക്ക് പിന്നെ സംസാരിക്കാം. ബാ ബാ ബാ. നമസ്കാരം ബാലട്ട. നമസ്കാരം. ഇടയ്ക്ക് വൈഫിന്റെ നാട്ടിലേക്ക് പോയല്ലേ? അതെ, സ്വന്തം വീട്ടിൽ പോയ ശേഷമാ സൗമ്യ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടത്. ചീരു, സൗമ്യയെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ നിന്നോട്? ഇപ്പൊ സൗമ്യ ഓക്കെയാ? വരൂ, അകത്തേക്ക് വരൂ. വാ, അകത്തോട്ടിരിക്കാം. വാ വാ, കേറി വാ. വാ. കുഞ്ഞുങ്ങൾ ഉറക്കമാണോ ചീരു? ഉറക്കൊന്നുമല്ല, രണ്ടുപേരും തൊട്ടിൽ കിടന്ന് കളിക്കുക. അച്ഛാ, മഞ്ജുളിനും സൗമ്യയും ഇന്ന് നമ്മുടെ ഗസ്റ്റാണ്. രണ്ടുപേരും വീട്ടിലോട്ട് പൊക്കോളാന്നൊക്കെ പറയും. പക്ഷെ ഇന്ന് ഇവരെ വിടുന്ന പ്രശ്നമല്ല. അല്ല, ഇവരിവിടെ നിൽക്കുന്നേ സന്തോഷമുള്ളൂ. പക്ഷെ അധികം ദൂരത്തിലല്ലാതെ സ്വന്തം വീടുള്ളപ്പോ അല്ല നമ്മളെങ്ങനെയാ നിർബന്ധിക്ക? കുറച്ചു ദിവസമായിട്ട് വീട് പൂട്ടിയിട്ടിരിക്കല്ലേ,
അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാതെ താമസിക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. യെസ് യെസ് യെസ്. ഇന്ന് വീട് ക്ലീൻ ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ട് നിങ്ങൾക്ക് നാളെ അങ്ങോട്ട് മാറാം. എന്താ ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങളിങ്ങനെ സ്നേഹത്തോടെ നിർബന്ധിക്കുമ്പോ ഞങ്ങൾ എങ്ങനെയാ നിരസിക്കുന്നത്, അല്ലേ സൗമ്യ? വിനയന്റെയും ചീരുവിന്റെയും കുഞ്ഞുങ്ങളെ കാണാൻ കൂടി വേണ്ടിയാ ഞാൻ വന്നത്. കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കുന്നത് എനിക്ക് സന്തോഷം. ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട. മഞ്ജുള ലഗേജ് ഒക്കെ ഇറക്കിയിട്ട് വണ്ടി വേഗം അയക്കും. ആ ഇന്ന് നമ്മളിവിടെ അടിച്ചു പൊളിക്കുന്നു. വരൂ സൗമ്യ, നമുക്ക് വണ്ടിയിൽ ബാഗ് എടുക്കാം. അല്ല, ഞാൻ സഹായിക്കാം. അയ്യോ വേണ്ട വേണ്ട, അതിന് മാത്രമുള്ള ലഗേജ് ഒന്നുമില്ല. വാ സൗമ്യ. അച്ഛാ ചിരു ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാം. എന്നോടുള്ള ദേഷ്യമൊക്കെ തൽക്കാലം ഒന്ന് മാറ്റിവെക്ക്. നമ്മുടെ വീട്ടിലെ വഴക്കത്തിന് മറ്റുള്ളവരൊക്കെ അറിയിക്കുന്നത്. അവര് ബാഗ് എടുത്തോണ്ട് വരും. നിങ്ങൾ ഒന്ന് വരൂ, നമുക്ക് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. വാ. സത്യം പറഞ്ഞ മഞ്ജുളിനെ കാണുമ്പോ ഞാൻ പുതിയൊരാളാ. പല കാര്യങ്ങളിലും എനിക്ക് തിരിച്ചറിവുണ്ടാവുന്നത് അവന്റെ സൗമ്യയുടെ ജീവിതം കാണുമ്പോഴാണ്. എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെപ്പോഴും ഒരുമിച്ചുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവര് വന്നത് വീണ്ടും എന്റെ കണ്ണ് തുറപ്പിക്കാനാണെന്നാ. അതുകൊണ്ടെന്താ കാര്യം? അവര് നാളെ പോകുമ്പോ വീണ്ടും നിന്റെ കണ്ണടയില്ലേ? അതെന്താച്ചാ അങ്ങനെ ഒരു ടോക്ക്? ഞാൻ എന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടാച്ചാ. ശരിയാവും, എല്ലാം ശരിയാവും. എന്തേ ചിരു, എനിക്ക് വേറെ സുഹൃത്തുക്കളൊന്നും ഇല്ലാന്നറിയാലോ. മഞ്ജുളിനെ സൗമ്യയും നമുക്ക് നന്നായിട്ട് ട്രീറ്റ് ചെയ്യണം. അവർക്ക് ഉച്ചക്ക് നല്ല സദ്യ നൽകാം. ഇടയ്ക്ക് ചിരുവിന് പോയി ദയെ കാണാം. ഓ, ആ ഔദാര്യം ഇതിന്റെ പേരിൽ എന്നോട് കാണിക്കണ്ട. എന്നോട് എന്ത് ചെയ്താലും ഈ വീട്ടിൽ വരുന്നവരോട് അതിന്റെ വിഷമം ഞാൻ കാണിക്കില്ല. വിനേട്ടൻ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അതൊക്കെ ഞാൻ ഒരുക്കി തരാം. താങ്ക് യു ചിരു. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. വാ, നോക്കിക്കാതെ. ഇവരുടെ പോയി അവര് മക്കളുടെ അടുത്തുണ്ടെന്ന് തോന്നുന്നു. നോക്കിക്കേ, ഇവിടെ ഇവിടെ നോക്കിക്കേ. അച്ചോ, അയ്യോ, ആ ചിരി കണ്ടില്ലേ? ഓ സൗമ്യ ഇത് കണ്ടോ? ചിരു, നിനക്കൊന്നും തോന്നരുതേ. ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവർക്കൊരു കുഞ്ഞിനെ കിട്ടാത്തതിന്റെ വിഷമം നമ്മുടെ മക്കളെ തലോലിച്ച് തീർക്കുക. അതൊക്കെ എനിക്ക് മനസ്സിലാവും. കുഞ്ഞുങ്ങളെ കണ്ട കൊഞ്ചിക്കുകയും ലാളിക്കുകയും ചെയ്യാത്തതായി മനുഷ്യരാരാ ഉള്ളേ? അതെ, ആ അതെ, ഒരാളുണ്ട്. ഒരാൾക്ക് ഇതൊക്കെ കാണുമ്പോ വെപ്രാളം തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. ഇന്ന് മുഴുവനും ഇവരെ ഞങ്ങൾ നോക്കിക്കോളാം. അതിനെന്താ, ആർച്ചമോള് ഇതുവരെ ആരുടെയും കയ്യിൽ ഇങ്ങനെ കരയാതിരുന്നിട്ടില്ല. സൗമ്യ മോക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. മഞ്ജു, ചിരു നിങ്ങൾക്ക് സദ്യ ഒരുക്കാൻ വേണ്ടി പോവാ. അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കിക്കോളാം കുഞ്ഞുങ്ങളെ.